ആണ്ടുവട്ടത്തിലെ 29ാമത്തെ ഞായറാഴ്ചയാണ്. ഈ സുന്ദരമായ ഞായറാഴ്ചയിലെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും ദൈവം നമ്മുടെ ഓരോരുത്തരുടെ മേലും സമൃദ്ധമായി ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ എല്ലായ്പ്പോഴും അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ തൻ്റെ മുന്തിരിത്തോട്ടം മുഴുവനും വേലക്കാരെ ഏൽപ്പിച്ചു. അദ്ദേഹം വിദേശത്തേക്ക് പോയി. കൊയ്ത്തുകാലമാകുമ്പോൾ മുന്തിരിത്തോട്ടത്തിന് മുന്തിരികൾ ഫലങ്ങൾ ശേഖരിക്കാൻ ഭൃത്യന്മാരുമില്ല. പക്ഷെ അവരെല്ലാം അടിക്കുകയും കൊല്ലുകയും അവരെല്ലാം പരിക്കേൽപ്പിക്കുകയും ചെയ്തു. അവസാനം തൻ്റെ മകനെ തന്നെ വിട്ടു. മകനെയും കൊന്ന് വലിച്ചെറിഞ്ഞു. പ്രിയമുള്ളവരെ, മുന്തിരിത്തോട്ടം ഉടമസ്ഥൻ ചെയ്യും. അദ്ദേഹം ആ വേലക്കാരെ എല്ലാം നിഷ്കരണം നശിപ്പിച്ച് യഥാകാലം ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തികൾക്ക് മുന്തിരിത്തോട്ടം വേലക്കായി നൽകുകയും ചെയ്യും. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ദൈവം നോക്കുന്നത് ഫലമുണ്ടോ എന്നാണ്. നമ്മളെല്ലാ ദിവസവും ദൈവത്തിൻ്റെ സുന്ദരമായ ഈ നാട്ടിൽ നാം ജീവിക്കുമ്പോൾ, നമ്മൾ ജീവിക്കുന്നിടത്ത് നമ്മുടെ കുടുംബത്തിന്, ഭാര്യയ്ക്ക്, ഭർത്താവിന്, മക്കൾക്ക് എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും അനുഗ്രഹവും നിറഞ്ഞ മക്കളാണോ എന്നാണ് ഈശോ. തീർച്ചയായും അപ്രകാരമാണെങ്കിൽ കുടുംബത്തിന് നമുക്ക് എല്ലാവർക്കും ദൈവത്തിനും വലിയ സന്തോഷം, ആ വലിയ കൃപ എപ്പോഴും എല്ലാവർക്കും ഓരോ നിമിഷവും നന്മകൾ ചെയ്യുന്ന അനുഗ്രഹം നിറഞ്ഞ ഫലങ്ങൾ നൽകുന്ന മക്കളായി തരാൻ ഈ ബലിയെ പ്രാർത്ഥിക്കാം. എന്തെങ്കിലും നമ്മുടെ കുറവ് കൊണ്ട്, നമ്മുടെ ബലഹീനത കൊണ്ട് ഫലങ്ങൾ കുറഞ്ഞു പോകുന്നുവെങ്കിൽ ആ കുറവുകളൊക്കെ മാറ്റുവാൻ ഈ ബലിയെ പ്രാർത്ഥിക്കാം. പരിശുദ്ധമായ ബലി ഭക്തിയോടെ വിശുദ്ധിയോടെ അർപ്പിക്കാം. ഈ ബലിക്ക് നാം അണിയുമ്പോൾ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് ഫിലോമിന ലറസ്കി കാക്രാഞ്ചേരി, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ഐറിൻ എബിൻ, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ആൻസിയ കെ, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന മറ്റെല്ലാവരെയും അനുഗ്രഹിക്കണം. ഈ വിവാഹ വാർഷിക ദിനം ആഘോഷിക്കുന്ന മക്കൾ അനുഗ്രഹിക്കണം. പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന പാണേക്കാട് വക്കച്ചൻ, അന്തപ്പൻ വക്കച്ചൻ, ഏഞ്ചൽ മിനി, ഇവരെയും ഈ ബലിയിൽ ഓർക്കാം. ഈ ബലിയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും, നമ്മയും എവിടെ നിന്നെല്ലാം ബലിയിൽ പങ്കുചേർന്നു അവരെല്ലാം അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമ്മുടെ പാപങ്ങൾ, തെറ്റുകൾ, കാര്യങ്ങൾ കൂപ്പി കൊച്ചത്തിലേറ്റുമെല്ലാം സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ വലിയ പിഴ ആകെയാണ്. ഇതിനെയായ വിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരുടെ വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവങ്ങളിലെ പാപങ്ങൾ പുറത്ത് നമ്മെ നിന്റെ ജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. Cristo
ചൊരിയണമേ. അങ്ങനെ മനസ്സാക്ഷി ഭയപ്പെടുന്നവർ അങ്ങ് അവഗണിക്കുകയും യാചിക്കുവാൻ പോലും ധൈര്യപ്പെടാത്തവർ നൽകുകയും ചെയ്യണമേ. അങ്ങയോടുകൂടി പരിശുദ്ധാത്മാവുമായുള്ള ഐക്യം എന്നും ദൈവമായി ജീവിച്ചു പോകണം. ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആണ്ടുവട്ടത്തിലെ 27-ാം ഞായർ ഒന്നാം വായന യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 5-ാം അധ്യായം 1 മുതൽ 7 വരെ തിരുവചനങ്ങൾ. എൻ്റെ പ്രിയന് വേണ്ടി അവനു തൻ്റെ മുന്തിരിത്തോട്ടത്തിന് നേരെയുള്ള സ്നേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞാൻ ഒരു ഗാനം ആലപിക്കട്ടെ. വളരെ ഫലപുഷ്ടിയുള്ള കുന്നിൽ എൻ്റെ പ്രിയന് ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. അവനത് കിളച്ച് കല്ലുകൾ നീക്കി വിശിഷ്ടമായ മുന്തിരിച്ചെടികൾ നട്ടുപിടിപ്പിച്ചു. അതിൻ്റെ മധ്യത്തിൽ അവനൊരു കാവൽമാടം പണിതു. മുന്തിരിച്ചക്ക് കുഴിച്ചിടുകയും ചെയ്തു. അത് വിശിഷ്ടമായ മുന്തിരിപ്പഴം നൽകുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അത് പുറപ്പെടുവിച്ചത് കാട്ടുമുന്തിരിപ്പഴമാണ്. ജെറുസലേം നിവാസികളെ, യൂദയായിൽ വസിക്കുന്നവരെ, എന്നെയും എൻ്റെ മുന്തിരിത്തോട്ടത്തെയും കുറിച്ച് നിങ്ങൾ തന്നെ വിധി പറയുവിൻ. എൻ്റെ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി ഞാൻ ചെയ്തതിലേറെ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? ഞാൻ നല്ല മുന്തിരി അതിൽ നിന്നും പ്രതീക്ഷിച്ചപ്പോൾ എന്തുകൊണ്ടാണ് അത് കാട്ടുമുന്തിരിപ്പഴം പുറപ്പെടുവിച്ചത്? ഈ മുന്തിരിത്തോപ്പിനോട് ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇപ്പോൾ പറയാം. ഞാൻ അതിൻ്റെ വേലി പൊളിച്ചു കളഞ്ഞ് നാശത്തിന് വിട്ടുകൊടുക്കും. അതിൻ്റെ മതിലുകൾ ഞാൻ ഇടിച്ചു തകർക്കും. തോട്ടം ചവിട്ടി മെതിക്കപ്പെടും. ഞാൻ അതിനെ ശൂന്യമാക്കും. അതിനെ വെട്ടി ഒരുക്കുകയോ അതിൻ്റെ ചൂടുകളൊക്കെയോ ചെയ്യുകയില്ല. അവിടെ മുൾച്ചെടികളും മുള്ളുകളും വളരും. അതിൻ്റെ മേൽ മഴ വർഷിക്കരുതെന്ന് ഞാൻ മേഘങ്ങളോട് ആജ്ഞാപിക്കും. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ്. യൂദാജനമാണ് അവിടുന്ന് ആനന്ദം കൊള്ളുന്ന കൃഷി. നീതിക്ക് വേണ്ടി അവിടുന്ന് കാത്തിരുന്നു. ഫലമോ രക്തച്ചൊരിച്ചിൽ മാത്രം. ധർമ്മനിഷ്ഠയ്ക്ക് പകരം നീതി നിഷേധിക്കപ്പെടുന്നവരുടെ നിലവിളി. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ്. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, ഈജിപ്തിൽ നിന്ന് അവിടുന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു. ജനതകളെ പുറത്താക്കി അത് നട്ടുപിടിപ്പിച്ചു. അത് അതിൻ്റെ ശാഖകളെ സമുദ്രം വരെയും ചില്ലകളെ നദി വരെയും നീട്ടി. പ്രതിവചന സങ്കീർത്തനം. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ്. അങ്ങ് തന്നെ അതിൻ്റെ മതിൽ തകർത്തത് എന്തുകൊണ്ട്? വഴിപോക്കർ അതിൻ്റെ ഫലം പറിക്കുന്നു. കാട്ടുപന്നി അതിനെ നശിപ്പിക്കുന്നു. സകല ജന്തുക്കളും അതിനെ തിന്നുകളയുന്നു. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ്. സൈന്യങ്ങളുടെ ദൈവമേ, ഞങ്ങളിലേക്ക് തിരിയണമേ. സ്വർഗത്തിൽ നിന്നും നോക്കി കാണണമേ. ഈ മുന്തിരിവള്ളിയെ, അങ്ങ് വലത് കൈ നട്ട ഈ മുന്തിരിവള്ളിയെ പരിഗണിക്കണമേ. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങിൽ നിന്ന് ഞങ്ങൾ അങ്ങിൽ നിന്ന് ഒരിക്കലും പിന്തിരികയില്ല. ഞങ്ങൾക്ക് ജീവൻ നൽകണമേ. ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ്. രണ്ടാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്.
സഹോദരരെ, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. അവസാനമായി സഹോദരരെ, സത്യവും വന്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സ്തുത്യർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുവിൻ. എന്നിൽ നിന്ന് പഠിച്ചതും സ്വീകരിച്ചതും കേട്ടതും എന്നിൽ കണ്ടതും നിങ്ങൾ ചെയ്യുവിൻ. അപ്പോൾ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിലെ വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. യേശു പ്രധാന പുരോഹിതന്മാരോടും ജനപ്രമാണികളോടും ഒരു ഉപമ അരുളി ചെയ്യുന്നു. ഒരു വീട്ടുടമസ്ഥൻ മനോഹരമായ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. അതിന് ചുറ്റും വേലി കെട്ടി അതിനെ മുന്തിരിച്ചക്ക് സ്ഥാപിക്കുകയും ഗോപുരം നിർമ്മിക്കുകയും ചെയ്തു. അനന്തരം അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ പോയി. വിളവ് കാലമായപ്പോൾ അവൻ പഴങ്ങൾ ശേഖരിക്കുവാൻ ഭൃത്യന്മാരെ കൃഷിക്കാരുടെ അടുക്കലേക്ക് അയച്ചു. എന്നാൽ കൃഷിക്കാർ ഭൃത്യന്മാരൊരുവനെ പിടിച്ച് അടിക്കുകയും മറ്റൊരുവനെ കൊല്ലുകയും വേറൊരുവനെ കല്ലെറിയുകയും ചെയ്തു. വീണ്ടും അവൻ ആദ്യത്തേക്കാൾ കൂടുതലായി ഭൃത്യന്മാരെ അയച്ചു. അവരോട് കൃഷിക്കാർ അപ്രകാരം തന്നെ പ്രവർത്തിച്ചു. പിന്നീട് അവൻ തൻ്റെ പുത്രനെ അവർ ബഹുമാനിക്കും എന്ന് പറഞ്ഞ് സ്വപുത്രനെ അവനടുക്കലേക്ക് അയച്ചു. അവനെ കണ്ടപ്പോൾ കൃഷിക്കാർ പരസ്പരം പറഞ്ഞു, ഇവനാണ് അവകാശം. വരുവിൻ, നമുക്കിവനെ കൊന്ന് അവകാശം കരസ്ഥമാക്കാം. അവർ അവനെ പിടിച്ച് മുന്തിരിത്തോടിലേക്ക് വെളിയിലേക്ക് എറിഞ്ഞ് കൊന്നുകളഞ്ഞു. അങ്ങനെയെങ്കിൽ മുന്തിരിത്തോടിന് ഉടമസ്ഥൻ വരുമ്പോൾ അവൻ ആ കൃഷിക്കാരോട് എന്ത് ചെയ്യും? അവർ പറഞ്ഞു, അവൻ ആ ദുഷ്ടന്മാരെ നിഷ്ഠൂരമായി നശിപ്പിക്കുകയും യഥാകാലം ഫലം കൊടുക്കുന്ന മറ്റു കൃഷിക്കാരെ മുന്തിരിത്തോട്ടം ഏൽപ്പിക്കുകയും ചെയ്യും. യേശുവോട് പറഞ്ഞു, പണിക്കാർ ഉപേക്ഷിക്കുന്ന കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. നമ്മുടെ ദൃഷ്ടിയിൽ ഇത് അത്ഭുതകരമായിരിക്കുമെന്ന് വിശുദ്ധ നിങ്ങൾ വായിച്ചിട്ടില്ലേ? അതുകൊണ്ട് ഞാൻ നിങ്ങൾ പറയുന്നു, ദൈവരാജ്യം നിങ്ങളിൽ നിന്നും എടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ജനങ്ങൾക്ക് നൽകപ്പെടും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിലും പരിശുദ്ധ മാതാവിലും വിശുദ്ധ ഔസേപിതാവിലും ഏറ്റവും സ്നേഹവാത്സല്യം നിറഞ്ഞവരെ, ഈ സുന്ദരമായ ഞായറാഴ്ചയിലെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായി നേരുന്നു. കഴിഞ്ഞ രണ്ടാഴ്ചകളിലും നമ്മൾ മുന്തിരിത്തോട്ടത്തിൻ്റെ കഥ തന്നെ കേട്ടത്. കഴിഞ്ഞ ആഴ്ച പിതാവ് പറഞ്ഞു 2 മക്കളോട്, നിങ്ങൾ 2 പേരും മുന്തിരിത്തോട്ടത്തിൽ പോകണം. അതിന് മുമ്പത്തെ ആഴ്ച പറഞ്ഞു, മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ 1 ദിനാറ് വെച്ച് എല്ലാവരും വിളിക്കണം. ഈ ആഴ്ച ഇതാ, മുന്തിരിത്തോട്ടം ഇങ്ങനെ വിളവുണ്ടോ എന്ന് നോക്കാൻ,
വിളവ് സമൃദ്ധമായി നിൽക്കുന്നു. അതുകൊണ്ട് തൻ്റെ വൃദ്ധന്മാരെ വിട്ട് ഫലം ശേഖരിക്കാൻ നോക്കുന്നു. പ്രിയമുള്ളവരെ, ഒന്നാമത്തെ വായനയും സുവിശേഷം എല്ലാം മുന്തിരിത്തോട്ടത്തെ കുറിച്ച് പറയുന്നത്. അപ്പം നമ്മൾ ഓർക്കുക, ആരാണ് ഈ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ? അത് ദൈവമായ കർത്താവാണ്. ദൈവമാണ് ഈ ലോകമാകുന്ന മുന്തിരിത്തോട്ടത്തിന്റെ എല്ലാ ജനങ്ങളുടെയും ഉടമസ്ഥൻ. അപ്പം നമ്മളാരാണ്? നമ്മൾ അവിടുത്തെ കാര്യസ്ഥമല്ല. നമ്മളൊരിക്കലും ഉടമയാകാൻ പാടില്ല. നമ്മളെപ്പോഴും കാര്യസ്ഥന്മാർ. ദൈവം ഏൽപ്പിക്കുന്ന കാര്യം ഭംഗിയായി ചെയ്യുന്ന കാര്യസ്ഥൻ. ഞാനിവിടെ വികാരിയായിട്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഉടമസ്ഥൻ ഞാനല്ല, ദൈവമായ കർത്താവ്. ദൈവം അഭിമന്യ പിതാവിനോട് എന്ത് ചെയ്യാനായിട്ട് എന്നോട് ആവശ്യപ്പെടുന്നു അത് ഭംഗിയായിട്ട് ഞാൻ ചെയ്യാം. അത് മാത്രമേ പാടുള്ളൂ. ഇതെൻ്റെ സ്വന്തമല്ല. ചെയ്യേണ്ട കാര്യം എന്നോട് ദൈവത്തിലൂടെ അഭിമന്യ പിതാക്കന്മാർ പറയും, അത് ഭംഗിയായി ചെയ്യും. അപ്പം നമ്മൾക്ക് നമ്മുടെ കുടുംബം നൽകിയിട്ടുണ്ട്. ഓരോ അപ്പച്ചനും അമ്മച്ചിയും എല്ലാം ഈ മുന്തിരിത്തോട്ടത്തിലെ മക്കളാകുന്ന കുടുംബത്തെ ഭംഗിയായിട്ട് നോക്കേണ്ട ഏറ്റവും നല്ല കാര്യസ്ഥന്മാരാണ്. ദൈവത്തെ കൂടുതലായി സ്നേഹിക്കുക, ദൈവ വിചാരത്തോടുകൂടി ജീവിക്കാം. ദൈവമാണ് എല്ലാം ഏൽപ്പിച്ചത്. അതുകൊണ്ട് ഭംഗിയായി ദൈവത്തിന് ഫലമായിട്ട് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ എടുത്തു മാറ്റും. ഞാൻ നന്നായിട്ട് ഭംഗിയായിട്ട് ഈ ആലയത്തിൽ ഭംഗിയായിട്ട് ശുശ്രൂഷ ചെയ്ത് എല്ലാവരെയും സഹായിച്ച് എല്ലാവരെയും പ്രാർത്ഥനയിലേക്കും നന്മയിലേക്കും നയിച്ചില്ല എങ്കിൽ എന്നെ എടുത്തു മാറ്റും. അതുപോലെ നമ്മുടെ കുടുംബത്തിൽ നിന്നും നല്ല കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ നമ്മെല്ലാവരും തള്ളപ്പെട്ടു പോകും. നമ്മെല്ലാവരും തള്ളപ്പെടും. അപ്പം ഇവിടെ ദൈവമാണ് എല്ലാത്തിനും ഉടമസ്ഥൻ. അപ്പം ദൈവ വിചാരത്തോടെ എപ്പോഴും ജീവിക്കണം. രണ്ടാമതായി, ഈ മുന്തിരിത്തോട്ടം ആരാണ്? അത് നമ്മളാണ്, ഈ തിരുസഭയാണ്. നമ്മൾ ബൈബിള് എടുത്ത് വായിക്കുമ്പോൾ ഏറ്റവും ആദ്യ ഉൽപ്പത്തി പുസ്തകത്തിൽ മനോഹരമായ പർദീസയാണ് ദൈവം ആദ്യത്തിന് വായിച്ചു കൊടുത്തത്. മനോഹരം, എല്ലാം നിറഞ്ഞ ഒരു പർദീസ. അത് തന്നെയാണ് ഈ ലോകം. ഈ ലോകമാകുന്ന മനോഹരമായ ഈ ഭൂമി. ഇവിടെ ഭംഗിയായിട്ട് സന്തോഷത്തോടുകൂടെ ഐശ്വര്യത്തോടെ നമ്മൾ ജീവിക്കണം. നമ്മൾ നന്നായിട്ട് ഭംഗിയായിട്ട് ജീവിച്ചില്ല എങ്കിൽ ആദ്യത്തെ ഹവ്വായെ പോലെ നമ്മൾ തള്ളപ്പെട്ട് പുറത്തേക്ക് പോകേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഇവിടെ മനോഹരമായി സുന്ദരമായിട്ട് നന്നായിട്ട് ജീവിക്കാം. ഇനി ആരാണ് ഈ വേലക്കാരൻ? വേലക്കാരെന്ന് പറയുന്നത് തീർച്ചയായിട്ടും പഴയ നിമിത്ത വേലക്കാർ എന്ന് പറയുന്നത് രാജാക്കന്മാരും ന്യായാധിപന്മാരൊക്കെയാണ്. അതായത് അബ്രഹാം തുടങ്ങി അതിലൊപ്പനെ ദാവീദ് വരെ. അബ്രഹാം ഇങ്ങനെ ജനങ്ങളെ നയിക്കുന്നുണ്ട്, മോശ നയിക്കുന്നുണ്ട്, ദാവീദ് നയിക്കുന്നത്, ഇങ്ങനെ ജനങ്ങളെ ഭംഗിയായിട്ട് നയിക്കുന്നുണ്ട്. പിന്നീട് വന്ന രാജാക്കന്മാരെ ഒത്തിരിയേറെ അനീതിയും അക്രമമൊക്കെ ചെയ്യുന്നത്, ദൈവവിചാരമില്ലാതെ ജീവിക്കുന്നത്, അവരെല്ലാം തള്ളിക്കളഞ്ഞു. അവർ ഫലങ്ങൾ പുറപ്പെടുവിച്ചില്ലെന്ന് അറിയാം. അപ്പൊ പ്രിയമുള്ള ഓർത്തുകൊള്ളുക, പ്രവാചകന്മാരെ വിട്ടു. അതായത് ഭൃത്യന്മാരിങ്ങനെ ഫലങ്ങൾ ശേഖരിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അത് പ്രവാചകന്മാരാണ്. ഈ പ്രവാചകന്മാർ വന്നിട്ട് ഫലങ്ങൾ നോക്കാൻ നേരത്ത് അവിടെ അനീതി അക്രമം ഒക്കെയാണ്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ, എസെക്കിയേൽ പ്രവാചകനും ജെറമിയാ പ്രവാചകൻ പറയേ ഇവിടെ നാശമാണ്, അനീതിയാണ്, അക്രമമാണെന്നൊക്കെ പറയുന്നത്. അത് മാറ്റി നല്ലത് പറഞ്ഞു കൊടുക്കാൻ പ്രവാചകൻ. പക്ഷേ ഈ പ്രവാചകന്മാരെ കല്ലെറിഞ്ഞ് കൊല്ലുകയും അല്പം ദൂരത്തെറിയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം ഈശോ ദൈവം വിചാരിക്കുകയാണ്, ഈശോയെ മകനെ തന്നെ വിടാം. യഹൂദജനത ഈശോ ദൈവത്തെ പോലും കുരിശിൽ തറച്ചെന്ന് പറയുക. പക്ഷേ ഇന്ന് ലോകം മുഴുവനും കർത്താവ് ദൈവമായി ആരാധിക്കപ്പെടുകയാണ്. അപ്പം നമ്മൾ യഹൂദജനതയ്ക്ക് കർത്താവിനെ തിരിച്ചറിയാൻ സാധിച്ചില്ല. കർത്താവ് ലോകത്തിലെ എല്ലാ ജനങ്ങളിലേക്കും തൻ്റെ സുവിശേഷവും തൻ്റെ ദേവാലയങ്ങളും തൻ്റെ വചന പ്രഘോഷവും എല്ലാം എല്ലാ ജനങ്ങളിലൂടെ നടത്തപ്പെടുക. അപ്പം നമ്മൾ ഈ പരിശുദ്ധമായ ദിവസം പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഫലം നൽകുന്നവരാണ്. നമ്മൾ നോക്കാൻ നേരത്ത് എല്ലാ ദിവസവും അധ്വാനിച്ച് നമ്മുടെ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി അധ്വാനിച്ച് ഫലങ്ങൾ ശേഖരിക്കുന്ന നമുക്കാണ്. ഈ ഫലങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? കുടുംബത്തെ സ്നേഹത്തോടെ പോരുന്നുണ്ടോ? കുടുംബത്തെ ദൈവകൽപ്പനയാൽ കാത്തു പരിപാലിക്കുന്നുണ്ടോ? കുടുംബവും മറ്റുള്ള അയൽവാസികളൊക്കെ സ്നേഹത്തോടെ ജീവിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ സ്നേഹത്തിന് പകരം അനീതിയാണോ, അധർമ്മമാണോ, അശുദ്ധിയാണോ, തിന്മയാണോ? അപ്പം നല്ലതാണെങ്കിൽ ദൈവം നമ്മെ സ്വർഗത്തോളം ഉയർത്തും, തിന്മയാണെങ്കിൽ നരകത്തോളം താഴ്ത്തും. നമ്മൾ എത്രയോ സുന്ദരമായിട്ടുള്ള ഈ ജീവിതമാണ് നയിക്കുക. നമ്മൾ കുഞ്ഞുകുട്ടികളായിരുന്നപ്പോൾ ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരികയാണ്. മാതാപിതാക്കളുടെ ഈ ദേവാലയത്തിൽ കൊണ്ടുവന്നു. നമ്മൾ ജ്ഞാനസ്നാനത്തിലൂടെ നമ്മൾ ഈ ലോകത്തിലെ മുന്തിരിത്തോട്ടത്തിലേക്ക്, തിരുസഭയാകുന്ന മുന്തിരിത്തോട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്.
ജ്ഞാനസ്ഥാനത്തോടെ ദൈവത്തിൻ്റെ മകൻ, തിരുസഭ അംഗങ്ങൾ എല്ലാ ക്രിസ്ത്യാനികളായി മാറിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഓർക്കുക, ഈ സുന്ദരമായ ഇടത്ത് ജ്ഞാനസ്ഥാനം വഴി ദൈവത്തിൻ്റെ മകനും മകളുമായി വന്നു. ഇനി രണ്ടാമതായിട്ട് ദൈവമായ കർത്താവ് വേലി കെട്ടിയെന്ന് പറയാം. മുന്തിരിത്തോട്ടത്തിന് ചുറ്റും വേലി കെട്ടി. വേലി കെട്ടുന്നത് എന്താണ്? പാപങ്ങളോ തിന്മയോ അശുദ്ധിയോ ഒന്നും നമ്മുടെ ഹൃദയത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടി വേലി കെട്ടി കൽപ്പനകൾ നൽകി, ഉദാശകൾ നൽകി. കൂടാതെ പാപങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കുമ്പസാരിക്കുവാനുള്ള കുമ്പസാരം എന്ന രഹസ്യം ദൈവം നൽകി. അതുകൂടാതെ കർത്താവ് ഈ നാട്ടിൽക്കൊരു മുന്തിരിച്ചക്ക സ്ഥാപിച്ചു. അതിലും പഴുത്ത മുന്തിരിയെ ശേഖരിച്ചിട്ട് നമ്മൾ ഈ അൾത്താരയിൽ അപ്പവും വീഞ്ഞുമെല്ലാം ഉയർത്തി കർത്താവിനെ ആരാധിക്കുന്നു. പരിശുദ്ധ കുർബാന നിരന്തരമായി സ്വീകരിക്കുവാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. വീണ്ടും ഈശോ കർത്താവ് നമുക്ക് വേണ്ടി ഗോപുരങ്ങൾ, മുന്തിരിത്തോടെ ഗോപുരങ്ങൾ, അതായത് നന്മ തിന്മകളെ തിരിച്ചറിയുവാനും സൈര്യലേപനം എന്ന പ്രകാശ ദൈവം നൽകി. നമ്മൾ വളർന്നു വരുമ്പോൾ പിതാവ് വന്ന് പരിശുദ്ധാത്മാവിനെ നന്മകൾ തിന്മകൾ തിരിച്ചറിയാനുള്ള ആത്മാവിനെ സ്വീകരിക്കാനുള്ള പിതാവ് കുരിശു സൈര്യലേപനം നൽകി. ഇനി പ്രധാനമായിട്ട് വിഭാഗവും പൗരോഗ്യത്തിന്റെ പ്രകാശമൊക്കെ നമുക്ക് നൽകിയില്ലേ. അപ്പൊ നമ്മളാണിനി ഈ സമൂഹത്തിലെ ജ്ഞാനസ്ഥാനത്തിലൂടെ, കുംഭസ്ഥാനത്തിലൂടെ, പരിശുദ്ധ കുർബാനയിലൂടെ, സൈര്യലേപനത്തിലൂടെ ഇനി ഇങ്ങനെ പ്രശോഭിക്കണം. നന്മകൾ ചെയ്യുന്നത്, നന്മകൾ ചെയ്യാൻ വേണ്ടി മാത്രം ദൈവമാണ് നമ്മെ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഈ മുന്തിരിത്തോട്ടത്തിന്, സ്വർഗരാജ്യത്തിന് തടസ്സമായിരിക്കുന്ന എന്തെങ്കിലും പാപമുണ്ടോ? നമുക്കറിയാം, നമ്മുടെ പാപം എന്താണെന്ന് വ്യക്തമായി അറിയുന്നത് നമ്മളാണ്. നമുക്ക് അനീതിയോ അധർമ്മമോ അശുദ്ധിയോ പാപങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കളയണം. കളഞ്ഞ് വിശുദ്ധിയോടുകൂടി കർത്താവ് നോക്കുമ്പോൾ സ്വർഗത്തിലേക്ക് നമ്മെ സ്വീകരിക്കാൻ തക്കതും ഫലം നമുക്ക് വേണം. ദൈവത്തിൻ്റെ വലത്തുവാതിരിക്കാനുള്ള കൃപ വേണം. ആ ഒരു കൃപയ്ക്കായി ഈ ബലി പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തിലേക്ക് യേശു വന്നാൽ, നമ്മുടെ വീട്ടിലേക്ക് യേശു വന്നാൽ, നമ്മുടെ ജോലി സ്ഥാപനത്തിലേക്ക് യേശു വന്നാൽ, എവിടെ വരുമ്പോഴും അവിടെ സത്യസന്ധമായി, നീതിയോടെ, നന്മയോടെ, സ്നേഹത്തോടെ, കാരുണ്യത്തോടെ ജീവിക്കാൻ സാധിക്കണം. ഒരമ്മ ഒരു മകൾക്ക് ഒരു കുടം കൊടുത്തു, നല്ല സുന്ദരമായ ആൺകുടം. എന്നിട്ട് പറഞ്ഞു, ഈ കുടം കൊണ്ട് നീ കിണറ്റിൽ നിന്ന് വെള്ളം കോരുക, വെള്ളം കോരി അതിൽ ഒഴിക്കുക, എന്നിട്ട് ചെടികൾ നനയ്ക്കുക. നമുക്ക് ഭക്ഷണത്തിന് ആവശ്യമായിട്ട് കഞ്ഞി വയ്ക്കാനും ചോറ് വയ്ക്കാനും കറികളൊക്കെ ഒരുക്കാനുള്ള വെള്ളം എടുക്കുക, അതിന് കുളിക്കുവാനും മറ്റും എല്ലാ കാര്യവും ചെയ്ത് വെള്ളം എടുക്കുക. പക്ഷേ ഈ കുടം നീ പൊട്ടിക്കരുത്. കുടം പൊട്ടിച്ചാൽ പിന്നെ വെള്ളം വരാൻ പറ്റില്ല, ചെടികൾക്ക് ആവശ്യം വെള്ളം കിട്ടില്ല, ഭക്ഷണം പാകം ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹമാണ് ഈ ഭൂമിയിലെ ജീവിതം. ഇവിടെ നമ്മൾ പാപങ്ങളേൽക്കാതെ, തിന്മകളേൽക്കാതെ, നമ്മൾ പൊട്ടിത്തകർന്നു പോകാതെ എപ്പോഴും നമ്മെ ദൈവത്തിന് വേണ്ടി ഒതുങ്ങി കാക്കുക. കാരണം ദൈവം നൽകിയ ഈ ജീവൻ പാപമില്ലാതെ ദൈവകാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതുകൊണ്ട് ഇനിയുള്ള നാളുകളിൽ ദൈവത്തിൻ്റെ കരം പിടിച്ച്, കൽപ്പന പാലിച്ച്, ഉദാശകൾ സ്വീകരിച്ച്, നന്മകൾ ചെയ്ത്, എപ്പോഴും എല്ലാവരും നോക്കുമ്പോൾ ഇങ്ങനെ നന്മകൾ എല്ലാവർക്കും ചെയ്തുകൊണ്ടിരിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്ന മകനും മകളുമായി ജീവിക്കാം. നമ്മുടെ കുടുംബത്തിലെ മക്കൾ പറയണം, അപ്പച്ചനമ്മച്ചയൊക്കെ എന്തോരം ഉത്സാഹത്തോടെ ജോലി ചെയ്ത്, പ്രാർത്ഥിച്ച്, നന്മകൾ ചെയ്ത് ഞങ്ങളുടെ കുടുംബത്തെ പോറ്റുന്നത്. അതുപോലെ മാതാപിതാക്കൾ നോക്കി മക്കളുടെ എന്തോരം ഭംഗിയായിട്ടാണ് എല്ലാ കാര്യങ്ങളും നോക്കുക. പരസ്പരം ഇങ്ങനെ എല്ലാവർക്കും നന്മ ചെയ്ത്, സ്നേഹത്തോടെ, കരുണയോടെ, നന്മയോടെ ജീവിക്കുക. തിന്മയുടെ നെഗറ്റീവ് പോയിന്റുകളെല്ലാം മാറ്റുക. എല്ലാവരെയും കുറിച്ചും നന്മകൾ മാത്രം വിചാരിച്ച് നല്ലവനായ ദൈവത്തിൻ്റെ നല്ല മകനായി, നല്ല മകളായി എപ്പോഴും ജീവിക്കാൻ ദൈവമേ ബലഹീനരായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കരങ്ങൾക്കൊപ്പം കണ്ണുകളടക്കാം, ഈശോ പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ മുന്തിരിത്തോട്ടത്തിൽ എപ്പോഴും ഫലം നൽകുന്ന മകനായി, മകളായി തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. നമുക്ക് എഴുന്നേറ്റിരുന്ന് വിശ്വാസമാണ് വചനേറ്റുമല്ല ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിനെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യമായ എല്ലാത്തിൻ്റെയും സൃഷ്ടാവും സർവശക്തനായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകതാവും ജാതനായ ഏകദൈവത്തിലും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവ് ജനിച്ചതുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവം, പ്രകാശമുള്ള പ്രകാശവും, സത്യദൈവത്തിനുള്ള സത്യദൈവം, ജനിച്ചവരെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവരും പിതാവായ സത്യദൈവമായ അവിടുന്ന് വഴിയായി സ്ഥലം സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യനായ നമുക്ക് വേണ്ടിയും നമ്മുടെ യേശുവിക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിലിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയം സ്വീകരിച്ച് മനുഷ്യനായ നമുക്ക് വേണ്ടി പ്രവേശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മനുഷ്യരുടെ
വിശ്ലേഷണിച്ച് മൂന്നാം ദിവസം ഏൽക്കുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോഗ്യം ചെയ്യുകയും പിതാവിനെ മാതിരിക്കുകയും ചെയ്യും. ജീവിക്കുന്നവരെ നശിപ്പിക്കാൻ ആത്മാവിനെ വീണ്ടും വരും. അവിടെ രാജ്യത്തിന് അവസരം ഉണ്ടാകുകയില്ല. കർത്താവ് ജീവനാഥ് പിതാവിനും പുത്രനെ പുറപ്പെടുന്നവരും പിതാവിനും പുത്രനൊപ്പം ആരാധിക്കപ്പെടുന്ന സ്തുതിക്കപ്പെടുന്നവരും പ്രവാചകമായ സംസാരമായ പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സർവ്വത്രിയും അപസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാവങ്ങളെ മാത്രമല്ല ഏകദർശനാലും ഞാൻ ഏറ്റു പറയുന്നു. മനുഷ്യരുടെ എളുപ്പം വരാനിരിക്കുന്ന ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ എല്ലാവരും നിയോഗങ്ങൾ സമർപ്പിച്ച് കർത്താവെ ഞാൻ പ്രാർത്ഥന കേൾക്കണമെന്ന് ഏറ്റുമല്ല. നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി, എല്ലാ കർദിനാൾമാർക്ക് വേണ്ടി, അഭിമന്യ വരാപ്പുഴ മെത്രാപ്പൊലീത്ത ജോസഫ് വളർത്തിപ്പറമ്പിൽ പിതാവിന് വേണ്ടി, മറ്റെല്ലാ മെത്രാന്മാർ, വൈദികർ, സന്യാസികൾ, എല്ലാ ജനങ്ങളോടുള്ള സഭയെ സ്നേഹത്താൽ കാത്തുകൊള്ളണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ രാഷ്ട്രങ്ങളിലെയും ഭരണാധിപന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തങ്ങളുടെ ജനങ്ങളെ സ്നേഹത്തിലും അഴിമതിയില്ലാതെ നീതിയോടെ കാത്തുപരിപാലിക്കാൻ അവരെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ, മാതാപിതാക്കൾ, മക്കളെ എല്ലാവരും വലിയ സ്നേഹത്തിലും അനുഗ്രഹത്തിലും നമ്മുടെ കുടുംബത്തെ ഫലങ്ങൾ നൽകുന്ന സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, എല്ലാ നന്മയുടെയും എല്ലാ വിശുദ്ധിയുടെയും ഫലങ്ങൾ നൽകുന്ന കുടുംബമായി നമ്മുടെ കുടുംബത്തെ മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൊറോണ എന്ന രോഗത്താൽ പ്രയാസം അനുഭവിക്കുന്ന എല്ലാ രോഗികളെയും, എല്ലാ ജനങ്ങളെയും ഈ രോഗത്തിൽ നിന്നും വിവിധങ്ങളായ രോഗങ്ങളും കാത്തുകൊള്ളണമേ എന്നും നമ്മുടെ കുടുംബത്തെയും മക്കളെയും എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ജോലി മേഖലകളെ, സാമ്പത്തിക മേഖലകളെ, വിദേശത്ത് പോകുന്നവരെ, വിദേശത്ത് വന്നുകൊണ്ടിരിക്കുന്നവരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തെ മത്സ്യമായ എല്ലാവർക്കും സ്വർഗസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന, വിവാഹവാർഷികം ആഘോഷിക്കുന്ന, പ്രത്യേകിച്ച് ജന്മദിനം ആഘോഷിക്കുന്ന ആയിരം നബി, ഫിലോമിന, കലസ്കി കാക്കാശ്ശേരി, ആൻസിയ കെയ, ഇവരെയും നമ്മുടെ എല്ലാവരെയും നിയോഗങ്ങളെയും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭകളുടെ നന്മയ്ക്കുമായി അംഗീകാരങ്ങളിൽ നിന്ന് ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവമേ, അങ്ങേ കൽപ്പനകളാൽ സ്ഥാപിതമായിരിക്കുന്ന പരിശുദ്ധമായ ബലികൾ സ്വീകരിക്കുകയും കർത്തനിഷ്ഠമായ ശുശ്രൂഷയുടെ ഓർമ്മയോടുകൂടെ ധർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ
പരിശുദ്ധരായ പിതാവേ, നിത്യനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എന്നേരവും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാകുന്നു. എന്തെന്നാൽ പാവമൊഴികെ ഞങ്ങളുടെ സാദൃശ്യത്തിൽ ജീവിക്കുവാൻ അങ്ങ് തിരുമനസ്സായ രക്ഷകനെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി അழைക്കുവാൻ തക്കവണ്ണം അങ്ങ് ലോകത്തെ അത്രമാത്രം കാരുണ്യപൂർവ്വം സ്നേഹിച്ചു. അങ്ങനെ പാപം ചെയ്തുകൊണ്ട് അനുസരണക്കേട് മൂലം ഞങ്ങൾ നഷ്ടപ്പെടുത്തിയത് ആരുടെ അനുസരണം വഴി അങ്ങേ ദാനങ്ങളിലേക്ക് അങ്ങ് പുനരുദ്ധരിച്ചു. ആ പുത്രനിൽ അങ്ങ് സ്നേഹിച്ചത് എളിയവരായ ഞങ്ങളെയും സ്നേഹിക്കുവാൻ കൃപ നൽകിയത്. ആകയാൽ എല്ലാ ആരാധകന്മാരോടും എല്ലാ വിശുദ്ധരോടും ചേർന്ന് ഞങ്ങളെല്ലാവരും എളിമയോടുകൂടി ആലപിക്കുന്നു. പരിശുദ്ധൻ, പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവ് ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കരങ്ങളും മുട്ടുകളടക്കം കർത്താവിന്റെ ക്രൂശിലേക്ക് പ്രിയമുള്ളവരെ, സുന്ദരമായ ഈ ലോകത്ത് ദൈവത്തിന്റെ കൽപ്പനകൾ പാലിച്ച് എപ്പോഴും ഫലങ്ങൾ നൽകുന്ന അനുഗ്രഹങ്ങളുടെ മക്കളായി നമ്മളെല്ലാവരെയും കാക്കണമെന്ന് ആർക്കും എപ്പോഴും നന്മകൾ മാത്രം ചെയ്യുന്ന നല്ല ഹൃദയത്തോടെ പരിശുദ്ധിയോടെ നമുക്ക് ജീവിക്കാം. കർത്താവിനെ അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ ചൊരിയണം. സർവശക്തനായ കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായും പരിശുദ്ധനായ
അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാണ്. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. യേശുവേ വിശ്വാസത്തിന്റെ രഹസ്യം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങ് ഉയർത്തി ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുവാൻ, അങ്ങയെ സ്നേഹിക്കുവാൻ ഈ എളിയവരായ ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർത്തതിന് ജീവന്റെ അപ്പവും രക്ഷകമായ മാത്രവും ഞങ്ങൾ അംഗീകരിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും അങ്ങനെയുള്ള ഞങ്ങളെല്ലാവരെയും പരിശുദ്ധാത്മാവിൽ നയിച്ചെടുക്കണമേ. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി, എല്ലാ കർദിനാൾമാർക്ക് വേണ്ടി, അഭിവന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പരാപ്പുഴ മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടി, മറ്റെല്ലാ മെത്രാന്മാർ, വൈദികർ, സന്യാസികൾ, ആത്മാവിൽ ഉൾപ്പെട്ട സഭയെ സ്നേഹത്തിന്റെ പൂർണ്ണത എത്തിക്കുക. ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ മരിച്ചുപോയ ഈ ലോകത്ത് മറുപടി എല്ലാവർക്കും സ്വർഗ സൗഭാഗ്യം നൽകും. ഈ എളിയവരായ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണം. അതിന് ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യയുടെ ഭർത്താവ് സർവത്രിക സഭയുടെ മധ്യസ്ഥം ഞങ്ങൾ സ്വർഗീയ മധ്യസ്ഥമായ ഔസേപ്പിതാവ് അപ്പസ്തലഗണത്തോടും എല്ലാ വിശുദ്ധരുടെ മധ്യ നിത്യജീവൻ പങ്കുചേരുവാൻ ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി അങ്ങ് ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. കരങ്ങൾ പോകാം, ത്രിയേക ദൈവത്തെ ആരാധിക്കാം. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവം പിതാവായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ എല്ലാ ബഹുമതിയും മഹത്വം എന്നും എന്നേക്കും. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി എല്ലാം സമർപ്പിച്ച് ഈശോ പഠിപ്പിച്ച സ്വർഗ്ഗസ്ഥനായ കാണുന്ന ഏറ്റുമല്ല. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ ചെയ്യുന്നതിനോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്ലാവനത്തിൽ ഉൾപ്പെടുത്തരുതേ, കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിക്കണമേ. ഈ കാലയളവിലും ഞങ്ങളെ സമാധാനം നൽകണമേ. അനുഗ്രഹപരമായ പ്രത്യാശയും ഞങ്ങളെ ഇഷ്ടനായ യേശുവിന്റെ ആഗമന പ്രതീക്ഷകളും അങ്ങേ കാലയുടെ സഹായത്താൽ ഞങ്ങളെല്ലാവരും ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപങ്ങൾ മോചനാക്കി എല്ലാ വിപത്തുകളിലും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് കർത്താവായ യേശു ക്രിസ്തുവേ അങ്ങ് അപ്പോസ്തലന്മാർ ചെയ്തവരും ഞങ്ങളെ പാപങ്ങളെ പിന്നെയും അങ്ങയെ സഭയുടെ വിശ്വാസം നൽകണം. അങ്ങയെ തിരുവള്ളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനം, ഐക്യവും കൽപ്പിച്ചവിടെയാണ് എന്നു ചോദിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ് സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം കർത്താവ് സമാധാനം ആശംസിക്കാം.
ദൈവത്തിൻ കുഞ്ഞാടിതാ, ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ ദിവ്യവിരുന്നിൽ ക്ഷണിതാക്കളായവർ ഭാഗ്യവാന്മാർ. കർത്താവേ, നീ ഭവനത്തിൽ വരുവാൻ യോഗ്യനാകുന്നു.
പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾക്കും ഈശോയ്ക്ക് പരസ്പര സ്തുതി പറയാം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനായ നല്ല ദൈവമേ നല്ല സ്വരൂപ, എല്ലാ സൃഷ്ടികളെക്കാളും ഉപരിയായി എന്നെ സ്നേഹിച്ചിടും ദൈവം എന്റെ സൃഷ്ടാവാം രക്ഷനാ